നമസ്കാരം. പുതിയൊരു മാസം ആരംഭിക്കുകയാണ്. വൃശ്ചികമാസ ആരംഭവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് പൊതുഫല പ്രകാരം അഥവാ പ്രവചനങ്ങൾ പ്രകാരം ജ്യോതിഷ പണ്ഡിതന്മാരുടെ പ്രവചന പ്രകാരം ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പരാമർശിക്കാം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്തരം നക്ഷത്രക്കാരാകുന്നു. ഉത്തരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വൃശ്ചിക മാസവുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ അനുകൂലം തന്നെയാകുന്നു. പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള ഒരു മാസമായി തന്നെ പരാമർശിക്കാം. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുവാൻ സാധ്യത കൂടുതലാക്കുന്നു. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങൾ നേടുക, മനസ്സിനെ അലോസരപ്പെടുത്തുന്ന അല്ലെങ്കിൽ അത്തരം ചില ചിന്തകൾ ഒഴിവാക്കി അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സമയമാകുന്നു. ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ സ്വന്തമാക്കുന്നതിനോടൊപ്പം ജോലി ലഭിക്കുക, ജോലിയിൽ മാറ്റം സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉള്ളത് എന്ന കാര്യവും ഓർക്കുക. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക, ദാമ്പത്യ ജീവിതത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഈ സമയം വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സമയമാകുന്നു. ഈ സമയം പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് കൂടുതലായും വന്ന് ചേരുന്ന സമയമാകുന്നു. അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവോണം നക്ഷത്രമാകുന്നു. തിരുവോണം നക്ഷത്രക്കാർക്ക് പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ, ബിസിനസ് പരമായ ഉയർച്ച, വിധിയിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സമയമാകുന്നു. വീടിന് തന്നെ ഐശ്വര്യമായി മാറുന്ന സാഹചര്യമാണ് ഉള്ളത്. കൂടാതെ ഈ സമയം ഏതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. ഭാഗ്യദേവത കടാക്ഷിക്കുന്ന സമയം കൂടിയാണ് ഇത്. ഉദ്ദിഷ്ടകാര്യ സിദ്ധി ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചെയ്യുന്നതായ കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുക, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക, ധനപരമായ നേട്ടങ്ങൾ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്ന സമയം കൂടിയാകുന്നു. ഈ സമയം പ്രധാനമായും ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാകുന്നു. പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഈ സമയം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പ്രധാനമായും അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. സമയം തെളിഞ്ഞു എന്ന് തന്നെ പരാമർശിക്കാം. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. നേട്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ യശസ്, സൽകീർത്തി നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. തലവര തെളിഞ്ഞിരിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. സന്തോഷവും ഐശ്വര്യവും ജീവിതത്തിലേക്ക് കടന്നു വരാം. കൂടാതെ ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ അത് തൊഴിലോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ ആണ് എങ്കിൽ പോലും ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അല്പം കൂടി അനുകൂലമായി ഭവിക്കാം. ഈ സമയം നിങ്ങൾക്ക് ജീവിതത്തിലുള്ള ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ധനപരമായ പ്രയാസങ്ങൾ, പ്രത്യേകിച്ചും കടബാധ്യതകളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായ ആശ്വാസം അല്ലെങ്കിൽ പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. അതിനാൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഈ മാസം നിങ്ങൾക്ക് അനുകൂലമാകുന്നു. വിധിയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ ഒരു സമയം. കൂടാതെ നിങ്ങൾ പ്രവർത്തിക്കുന്നതായ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ ഭാവിയിലാണ് എങ്കിലും നൽകുവാൻ സാധിക്കുന്ന കാര്യങ്ങളായി മാറും. പൊതുപ്രവർത്തകർക്കും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. രേവതി നക്ഷത്രക്കാർക്കും പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ബിസിനസ് പരമായ കാര്യങ്ങൾ അതല്പം നേട്ടങ്ങൾ വന്നു ചേരുവാൻ സഹായകരമായി തീരും. വളരെയധികം പ്രയാസപ്പെടുന്നതായ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. വിധിയിൽ ഉയരുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മംഗളകരമായ വാർത്തകൾ, ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്താം. വീടിന് തന്നെ ഐശ്വര്യമായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടാവുക.
കൂടാതെ മുടങ്ങിക്കിടക്കുന്നതായ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. തൊഴിലിടത്തു നിന്നും സന്തോഷ വാർത്തകൾ അല്ലെങ്കിൽ കഴിവുകൾ തെളിയിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവരാണ് എങ്കിൽ അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്നവരാണ് എങ്കിൽ താൽക്കാലികമായി ജോലി ലഭിക്കുക. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പല പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യം. ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ പുരോഗതി വന്നു ചേരാം. ഭാഗ്യം വർദ്ധിക്കുന്ന സമയമാകുന്നു. സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന സമയം എന്ന് നിസ്സംശയം പറയാം. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നേട്ടങ്ങൾ ഇരട്ടിപ്പിക്കുവാൻ സഹായകരമായ സമയം കൂടിയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രമാകുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ പൊതുവിൽ അനുകൂലമായി ഭവിക്കുന്ന സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ചില കാര്യങ്ങളിൽ ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉയർച്ചയില്ലാത്തതായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നതും വാസ്തവമാണ്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. പ്രധാനമായും പ്രതീക്ഷിക്കാതെ തന്നെ സന്തോഷ വാർത്തകൾ നിങ്ങളെ തേടിയെത്താം. സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രധാനമായും ബിസിനസ് പരമായും അല്ലാതെയും വന്നു ചേർന്നു എന്ന് വരാം. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. ബിസിനസ് പരമായി ലാഭം, തൊടുന്നതെല്ലാം പൊന്നായി മാറുന്ന സാഹചര്യം, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ്. ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ് വന്നു ചേരുക. കടബാധ്യതകളുണ്ട് എങ്കിൽ പോലും അത് പരിഹരിക്കുവാൻ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സന്താനഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരാം. പ്രണയ സാഫല്യം ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്ന സമയമാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. സമ്പാദ്യശീലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. ധനപരമായ നേട്ടങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മറ്റു നക്ഷത്രക്കാരെ അപേക്ഷിച്ച് നിങ്ങൾക്ക് അല്പം ധനപരമായ ഉയർച്ച വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാരുടെ പ്രവചനപ്രകാരം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി മാറുന്ന സാഹചര്യമാണ് ഉള്ളത്. വളരെ കാലമായി സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്താത്തതായ സാഹചര്യം, പല കാര്യങ്ങളിലും തിരിച്ചടി നേരിടുന്നതായ സാഹചര്യം, പുതിയ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ പോലും പല അവസരങ്ങളിലും നഷ്ടമാകുന്നു എന്നതും നിങ്ങൾ നേരിടുന്നതായ ഒരു പ്രശ്നമാകുന്നു. എന്നാൽ പ്രതീക്ഷിക്കാതെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. പ്രതീക്ഷിക്കാതെ സന്തോഷകരമായ വാർത്തകൾ, ധനം നിങ്ങളിലേക്ക് വന്നു ചേരുക, ബിസിനസ് പരമായ ഉയർച്ച, ലാഭം നേടുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്ന സമയമാണ് വന്ന് ഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. തൊടുന്നതെല്ലാം പൊന്നായി മാറുന്ന സാഹചര്യം അഥവാ ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ് വന്നു ചേരുക. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. താൽക്കാലികമായ ആശ്വാസമാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സന്താനയോഗം വന്നു ചേരാം. പ്രണയ സാഫല്യം ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ സമയമാകുന്നു. കൂടാതെ വീടിന് ഐശ്വര്യമായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കുവാനുള്ള അവസരങ്ങളും തന്മൂലം അത് ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായി മാറുന്ന സാഹചര്യവും ഉണ്ടാകാം. ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അനുകൂലമാകുന്ന സമയമാകുന്നു. പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്ന സമയമാകുന്നു. അതിനാൽ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. മകം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമാകുന്നു എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം പരാമർശിക്കുവാൻ സാധിക്കുന്നത്. പ്രധാനമായും ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരാം. ഉയർച്ചയുടെ നാളുകൾ പ്രതീക്ഷിക്കാവുന്ന സമയമാകുന്നു. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും മനസ്സ് വിഷമിപ്പിക്കുന്നതായ പല കാര്യങ്ങളിലും പരിഹാരം നിങ്ങൾക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു. സന്താനയോഗം, പ്രണയ സാഫല്യം ജീവിതത്തിലേക്ക് വന്നു ചേരാം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. മനസ്സ് മടുപ്പിക്കുന്നതായ പല കാര്യങ്ങളിൽ നിന്നും മോചനം ലഭിക്കാം. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കാം. കൂടാതെ നിങ്ങൾക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുവാൻ സാധ്യത അല്പം കൂടുതലുള്ള സമയമാകുന്നു. വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക.
അംഗീകാരം, പ്രശംസ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും കഴിവുകൾ തെളിയിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. ശുഭമുഹൂർത്തങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഭാഗ്യദേവത കടാക്ഷിക്കുന്നതായ സാഹചര്യങ്ങൾ പോലും ജീവിതത്തിലേക്ക് വന്നു ചേരാം. പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരും. ഐശ്വര്യങ്ങൾ പ്രധാനമായും നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ അത് ദൃശ്യമാകും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കൂടാതെ ഈ സമയം മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയോ അല്ലെങ്കിൽ മംഗളകാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഇത്തരം കാര്യങ്ങൾ പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമായി മാറുന്ന മാസമായി തന്നെ മാറും. അതിനാൽ ഈ സമയം പ്രധാനമായും ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും നിങ്ങൾ ആരാധിക്കുക. ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ഏവരും ഈ സമയം പ്രത്യേകിച്ചും ശാസ്താവിനെ, അയ്യപ്പസ്വാമിയെ ആരാധിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും.